നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ടീകോം പിന്മാറുമ്പോൾ ഇനി ആ സ്മാർട്ട് സിറ്റിക്കായി ഏറ്റെടുത്ത ഭൂമി എന്തിന് IT വികസനത്തിനായി ഉപയോഗിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ഇൻഫോ പാർക്കിലേക്ക് നമുക്കൊന്ന് പോകാം. അലി അക്ബർ ഷാ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നെങ്കിൽ ഇൻഫോ പാർക്ക് സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങിയേനെ എന്നും കേൾക്കുന്നുണ്ട്. അലി അക്ബർ ഷാ, ഗുഡ് മോർണിംഗ്. ഇൻഫോ പാർക്കിൽ ഇപ്പോൾ കൂടുതൽ കമ്പനികൾ വന്നു ചേരുന്ന, നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരവധി പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസവും അവിടെ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടാകാം. ഇൻഫോ പാർക്കും സ്മാർട്ട് സിറ്റിയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് രണ്ടിടത്തും സംഭവിച്ചതായി അലി മനസ്സിലാക്കുന്നത്? ഗുഡ് മോർണിംഗ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന് മുന്നിലാണ്. ഒരു വശത്ത് വിഫല ശ്രമമായി സ്മാർട്ട് സിറ്റി മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നേരെ എതിർവശത്താണ് ഇൻഫോ പാർക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2004-ൽ 26 കമ്പനികളുമായി തുടങ്ങിയ ഇൻഫോ പാർക്ക് അന്ന് 700ഓളം സ്റ്റാഫായിരുന്നു ഇൻഫോ പാർക്കിനകത്ത് ജോലി ചെയ്തിരുന്നത്. 2024-ൽ ഇപ്പോൾ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ 582 കമ്പനികളാണ് ഇൻഫോ പാർക്കിനകത്ത് വർക്ക് ചെയ്യുന്നത്. അതിൽ ജോലി ചെയ്യുന്നത് 70,000-ലധികം സ്റ്റാഫാണ്. സുജയ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ ഇതിന് മുന്നിൽ നിൽക്കുമ്പോഴും ഇതിനകത്ത് റിക്രൂട്ട്മെന്റും മറ്റ് കമ്പനികൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇൻഫോ പാർക്ക് അതിന്റെ 3ാം ഘട്ട സ്വപ്നത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുമെന്ന നിലയിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഇൻഫോ പാർക്കിനകത്തുള്ള ആളുകൾ, ഈ ടെക്കികളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഈ 3ാം ഘട്ട സ്വപ്നത്തിൽ 160 പുതിയ കമ്പനികളാണ് ആപ്ലിക്കേഷനുമായി എത്തിയിരിക്കുന്നത്. ഈ 160 കമ്പനികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇൻഫോ പാർക്കിന് നിലവിലില്ല. ഈ കമ്പനികളെ കൂടി അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 250 ഏക്കറിലധികം സ്ഥലം വേണ്ടിവരും. അത്തരത്തിൽ നിലവിൽ ഈ ആലോചനകളുടെ ഘട്ടത്തിൽ തന്നെ 160 പുതിയ കമ്പനികൾ വന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻഫോ പാർക്കിലുള്ള വിശ്വാസം, അതിന്റെ കുതിച്ചുചാട്ടം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. സ്വാഭാവികമായും ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അത് ഇൻഫോ പാർക്കിന്റെ വിപുലീകരണത്തിന് വലിയ നിലയിൽ ഉപകാരപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ, ഇനിയും 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇൻഫോ പാർക്കിലുള്ള ടെക്കീസ്, അവരുടെ സംഘടനകളും അതുമായി IT മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരും എല്ലാവരും പറയുന്നത് ഈ സ്മാർട്ട് സിറ്റി സ്വാഭാവികമായും ഇൻഫോ പാർക്കിന്റെ ഭാഗമാവുകയാണെങ്കിൽ അത് കൊച്ചിയുടെ വികസനത്തിന്, കൊച്ചിയുടെ കുതിച്ചുചാട്ടത്തിനുള്ള വലിയൊരു മുന്നേറ്റമാകും എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇത് മുഖാമുഖം നിൽക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇൻഫോ പാർക്കിന്റെ ഫേസ് 1-ന് മുന്നിലാണ്. തൊട്ട് നേരെയാണ് ഈ പറയുന്ന സ്മാർട്ട് സിറ്റിയുടെ ഗേറ്റ് വരുന്നത്. രണ്ട് ധ്രുവങ്ങളിലാണ് ഈ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഈ രണ്ട് സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, അതിന്റെ വികസന സ്ഥിതി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് എന്നതാണ് ചോദ്യം. അത് ആര് ഏറ്റെടുക്കും, ഏത് രീതിയിലേക്ക് ഇനി സ്മാർട്ട് സിറ്റിയുടെ ഭാവി ഏത് നിലയിലേക്ക് പോകുമെന്നെല്ലാം ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായും IT മേഖലയിൽ നിന്നുള്ള വിദഗ്ധ അഭിപ്രായം അത് ഇൻഫോ പാർക്കിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് എങ്കിൽ ഒരു ലോകോത്തര IT ഹബ്ബാക്കി കേരളത്തെ മാറ്റുന്നതിൽ ഇൻഫോ പാർക്കിന് മുതൽക്കൂട്ടാകും ആ നീക്കം എന്നുള്ളതാണ്. എന്തായാലും ഇൻഫോ പാർക്കിന്റെ കുതിച്ചുചാട്ടം, അതിന്റെ മുന്നോട്ട് പോക്ക് തുടരുകയാണ്. ഈ രണ്ട് പതിറ്റാണ്ട് കാലം 2004-ൽ തുടങ്ങി 2024-ൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിന്റെ ഈ IT മേഖലയിലെ കുതിച്ചുചാട്ടത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് ഇൻഫോ പാർക്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ 3ാം ഘട്ട സ്വപ്നങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ പുതിയ കമ്പനികൾ 160ഓളം കമ്പനികൾ ഇതിനോടകം തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ടെക്കികൾ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കാത്തിരിക്കുന്നത് ഈ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്കിനോട് ചേരുമോ, സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്കിന്റെ ഭാഗമാകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അറിയാൻ വേണ്ടിയാണ് സുജയ. ഓക്കെ, എന്താകും തീരുമാനമെന്നറിയാൻ അലി നമുക്ക് ലേബിയിലേക്കൊന്ന് പോകാം.